ഹായ് ഗായ്സ്, വെൽക്കം ടു ജിബിൻ ടോക്സ്. ഗായ്സ്, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വിസ്മയ മോഹൻലാൽ മേജർ രവി ഇഷ്യൂനെ കുറിച്ചാണ്. ഈ വിഷയത്തിൽ ഇവർ മൂന്ന് പേരും സംസാരിക്കുന്നു. ആര്? മേജർ രവി ഇല്ല കേട്ടോ, മിസ്റ്റർ ലാലേട്ടൻ, സുചിത്ര മോഹൻലാൽ, വിസ്മയ മോഹൻലാൽ, ഇവർ മൂന്ന് പേരും സംസാരിക്കുന്നു. എനിക്ക് പറയാനുള്ളത് അവനവന്റെ സ്വാതന്ത്ര്യമാണ്. അഭിപ്രായം അവരവർ പറയും, അല്ലാണ്ട് പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ അഭിപ്രായം വ്യത്യസ്തമാണ്, അകത്ത് നിൽക്കുന്ന ആൾക്കാരുടെ അപ്പന്റെയും മകന്റെയും അഭിപ്രായങ്ങൾ തന്നെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതുകൊണ്ട് മിസ്റ്റർ മേജർ രവി മുടി വളർത്താൻ താല്പര്യമുള്ളവർ മുടി വളർത്തും, മീശ വളർത്താൻ താല്പര്യമുള്ളവർ മീശ വളർത്തും, താടി അതുപോലെ തന്നെ. ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങളുണ്ട്. 32 വയസ്സുള്ള വിസ്മയ മോഹൻലാലിന് എന്ത് അഭിപ്രായം പറയണമെന്ന് വിസ്മയ മോഹൻലാൽ തീരുമാനിക്കും. മേജർ രവി അല്ല തീരുമാനിക്കേണ്ടത്, മിസ്റ്റർ മേജർ രവി അല്ല തീരുമാനിക്കേണ്ടത്. ഗൈസ്, നമുക്ക് ഇവരുടെ മൂന്ന് പേരുടെ അഭിപ്രായത്തിലോട്ട് പോകും. എനിക്കറിയാം ഞാൻ എന്താ ഉദ്ദേശിച്ചത്, whatever, but and I know for myself. So if someone else misunderstands what I'm saying, that's their misunderstanding. I don't have to prove what I'm thinking or what I'm feeling, or I don't have to say no, it's like this, it's like that. I don't have to explain myself. If someone has a problem, they have a problem, and I can't do anything to fix that problem, and I don't have to. It's not on me to fix their problem. വളരെ കൃത്യമായ തന്റെ സ്റ്റാൻഡ് കറക്റ്റായിട്ട് വിസ്മയ മോഹൻലാൽ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മേജർ രവിക്ക് സമാധാനമായെന്ന് തോന്നുന്നു. ഒരാളുടെ രാഷ്ട്രീയ ബോധം മറ്റൊരാൾ പറഞ്ഞിട്ടല്ല ഒരിക്കലും അറിയേണ്ടത്. അത് മേജർ രവി ആദ്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ചിലപ്പോൾ പല കുട്ടികളെയും ചെറുപ്പത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് അവർ വളർന്നു കഴിയുമ്പം അവരുടെ രാഷ്ട്രീയ ബോധം പറയേണ്ടത് ആരാ? അവർ തന്നെയാണ് പറയേണ്ടത്. ഒരു ചെറിയ കുട്ടിയുടെ വായിൽ നിന്ന് ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ സമാധാനമായോ? ഇനിയെങ്കിലും അവനവന്റെ കാര്യം നോക്കി ചിന്തിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. വൺസ് അഗൈൻ വിസ്മയ മോഹൻലാൽ, സല്യൂട്ട് യു. ഡെഫിനറ്റ്ലി ഐ വിൽ ഗോയിങ് ടു വാച്ച് ദിസ് മൂവി. തുടക്കം പടം നല്ലതാണ്, ഈ പടം നല്ലതെന്ന് പറയും. ഓഫ് കോഴ്സ് ഇനിയും മുന്നോട്ട് പോവുക. എല്ലാവിധ ആശംസകളും നേരുന്നു. ഗൈസ്, നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് വിസ്മയ മോഹൻലാലിന്റെ അച്ഛൻ മോഹൻലാലിന് എന്താണ് പറയാനുള്ളതെന്നാണ് കേൾക്കുന്നത്. നമുക്ക് കേട്ട് നോക്കാം ഗൈസ്. അതിപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയ പേടിച്ച് ജീവിക്കേണ്ട കാലമാണ്. പക്ഷെ അങ്ങനെ പേടിച്ച് നമുക്ക് ജീവിക്കാനാണെങ്കിൽ വരാതിരിക്കാനേ പറ്റും, ഒന്നും പറയാതിരിക്കാനേ പറ്റും. ഈ ഫേസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക്. ഇപ്പോൾ പണ്ട് ഞാനൊരിക്കലും ആരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു പണ്ടും ഉണ്ടായിരുന്നില്ല, അന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇതിലൊന്നും വരില്ലായിരുന്നു. ഞാൻ പറഞ്ഞ എന്താണ്, നമ്മളെ അറിയാതെ പ്രാഗുമായിരുന്നു. അതൊരു വേറൊരു തലത്തിൽ നിന്നുള്ള ഒരു ആൻസറാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൊരു സന്തോഷമുള്ള ആൾക്കാരുണ്ട് അല്ലെ, ഒരു എക്സ്ട്രസ്, ഒരു പെപ്പപ്പ് കിട്ടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ആൾക്കാരുണ്ട്. അവര് ലെറ്റ് ദം ബി ഹാപ്പി. അതാണ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. ലെറ്റ് ദം ബി ഹാപ്പി. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ഹാപ്പി ആയിക്കോട്ടെ. ഇത് മിസ്റ്റർ മേജർ രവിനെ ഉദ്ദേശിച്ചാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. ലാലേട്ടൻ ഒരു കാര്യത്തിനും കറക്റ്റായിട്ട് ആൻസർ പറയില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ എന്നാലും പറയാണ്ട് പറഞ്ഞിരിക്കുന്നുണ്ട്, എന്റെ കുഞ്ഞുങ്ങളുടെ അഭിപ്രായം അവർക്ക് തീരുമാനിക്കാം. അവര് തീരുമാനിക്കും അവരുടെ അഭിപ്രായം. ഇനി സോഷ്യൽ മീഡിയയിൽ കയറി ചിലയ്ക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ചിലയ്ക്കാൻ ഒരു കുഴപ്പമില്ല. സോഷ്യൽ മീഡിയയിൽ കയറി ചിലച്ചതാരാ? മിസ്റ്റർ മേജർ രവി തന്നെയാണ്. മോഹൻലാലിന്റെ സ്റ്റാൻഡും ഇതിലൂടെ അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിന്റെ അകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വേർഡ്സ് പറഞ്ഞത് വേറെ ആരുമല്ല, അത് സുചിത്ര മോഹൻലാലാണ്. സച്ച് എ ഗ്രേറ്റ് ലേഡി. ആ മക്കളെ രണ്ടുപേരെ വളർത്തിയിരിക്കുന്ന ആ ഒരു സംഭവം ഗ്രേറ്റ്. മോർ ദാൻ ലാലേട്ടൻ, സുചിത്ര മോഹൻലാലിന്റെ വാക്കുകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആ ലേഡിയുടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി എന്താ പറയാ, ഭയങ്കര പവർഫുൾ ലേഡീന്റെ ഒരു വാക്കുകളാണ് വരുന്നത്. നമുക്ക് സുചിത്ര മോഹൻലാലിന്റെ വാക്കുകൾ സുചിത്ര മോഹൻലാലിന്റെ, അതായത് വിസ്മയ മോഹൻലാലിന്റെ അമ്മയുടെ വാക്കുകൾ നമുക്ക് കേട്ട് നോക്കാം. ഉറപ്പായിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളാണ് കേട്ടോ അതിനകത്ത്. നമ്മളന്ന് പിള്ളേരിനെ വളർത്തിയത് ഫ്രീഡം ഓഫ് തോട്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒക്കെ. അപ്പോൾ ഈ ഫ്രീഡം ഓഫ് തോട്ട് കൊടുക്കുമ്പം നീ ആലോചിച്ചാൽ മതി, എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. സോ വെൻ യു ഗിവ് ദം ഫ്രീഡം ഓഫ് തോട്ട്, ദേ വിൽ ഹാവ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ആൻഡ് വൺസ് ദേ എക്സ്പ്രസ്, ഇറ്റ് ഇസ് ദേ പോയിന്റ് ഓഫ് വ്യൂ. അത് വന്നിട്ട് ഇറ്റ് ക്യാൻ ബി ഡിഫറെന്റ്. എൻ്റെ ഇതിലിരുന്ന് ഡിഫറെന്റ് ആയിരിക്കും, ബി ഡിഫറെന്റ് ഫ്രം യോഴ്സ്. അതുപോലെ കാണുന്ന ആൾക്കാർക്കൊക്കെ വേറെ വ്യൂ പോയിന്റ് ആയിരിക്കും, ഓർ മേ ബി ദ സെയിം. കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്റെ കുട്ടികളെ ഞാൻ വളർത്തിയിരിക്കുന്നത് അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ വേറെ ആർക്കും സാധിക്കില്ല. എനിക്കൊരു അഭിപ്രായമുണ്ട്, മുന്നിലിരുന്ന് ആങ്കറിങ് ചെയ്ത ആ പുള്ളിക്കൊരു അഭിപ്രായമുണ്ട്, ഡിഫറെന്റ് ആയിരിക്കും. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റില്ല.
അച്ഛനും മോനും ഒരിക്കലും ഉറപ്പായിട്ട് ഒരേ അഭിപ്രായം വരണമെന്ന് നിർബന്ധമില്ലല്ലോ. മോഹൻലാലിനുള്ള അഭിപ്രായമായിരിക്കില്ല മോഹൻലാലിന്റെ മോളിനുള്ളത്. അപ്പൊ അങ്ങനെയാണ് ആ കുട്ടികളെ അവര് വളർത്തിയത്. മിസ്റ്റർ രവി, ഇനിയെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇനി അവരുടെ ജീവിതത്തിലേക്ക് ചെല്ലരുത്. അപ്പനും മകനും മകളും കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഈ വിഷയത്തിൽ എന്താണ് നിലപാടെന്ന് പറഞ്ഞിരിക്കുകയാണ്. മോഹൻലാൽ ഒരിക്കലും കടിച്ചു പറഞ്ഞില്ലെങ്കിലും കറക്റ്റ് ആയിട്ട് അങ്ങേരുടെ മനസ്സിലുണ്ട്, കറക്റ്റ് ആയിട്ട് ലാലേട്ടന്റെ മനസ്സിലുണ്ട് എന്താണ് ഉദ്ദേശമെന്ന്. വിസ്മയ മോഹൻലാൽ, സുചിത്ര മോഹൻലാൽ, ലാലേട്ടൻ എല്ലാവർക്കും കൂടി തുടക്കത്തിൽ എല്ലാ വിധത്തിലുള്ള ആശംസയും നേരുന്നു. ഇനി ഇങ്ങോട്ടേക്കും ശക്തമായ നിലപാടുകളോടെ മുന്നോട്ട് പോവുക, ഒരുപാട് നല്ല സിനിമകൾ ചെയ്യുക. മലയാളി പ്രേക്ഷകർ ഉറപ്പായിട്ടും കാണാൻ കാത്തിരിക്കുന്നു. ബൈ ഗൈസ്, പുതിയ വീഡിയോയിൽ കാണാം. ബൈ. ജിബിൻ ടോക്സ്, മിസ്റ്റർ മേജർ രവി. ദിസ് വീഡിയോ ഈസ് ഫോർ യു ഫ്രം ഗ്രേറ്റ് ലാലേട്ടൻ, സുചിത്ര മോഹൻലാൽ, വിസ്മയ മോഹൻലാൽ ആൻഡ് പ്രണവ് മോഹൻലാൽ. പുള്ളി ഈ കാര്യം അറിഞ്ഞായിരുന്നെങ്കിൽ പുള്ളി മിണ്ടൂല, എന്നാലും പുള്ളിയുടെ മനസ്സിൽ ഇതൊക്കെ തന്നെയായിരിക്കും. ഓക്കെ ഗൈസ്, പുതിയ വീഡിയോ കാണാം. ബൈ. ജിബിൻ ടോക്സ്.